പടം അടിപൊളിയാ. ബാസി പൊളിച്ച് നൈസ് പടം. അടിപൊളി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടം. ബാസി അടിപൊളിയായിട്ട് അഭിനയിച്ചു. ബാസി വേറെ മൂഡ് പടം, വേറെ ലെവല്, ബാസി ലെവല്. നൈസ് പടം. എല്ലാരും വന്ന് ഈ പടം കാണട്ടെ, നൈസ് ആവട്ടെ. അടിപൊളി പടം, രക്ഷയില്ല. ബാസി അതുക്കും മേലെ തകർത്ത് അടിപൊളി അഭിനയം. നൈസാണ്. ഏത് മൂടാണ്? പൊളി മൂഡ്, നൈസ് മൂഡ്. ബാസി ആറാട്ടമല്ല, വേറെ മൂടാണ്. നൈസ് മൂഡ്. എല്ലാരും വന്ന് ഈ പടം കാണട്ടെ, നൈസ് ആവട്ടെ. ഏത് മൂഡ്? പൊളി മൂഡ്. ഏത് മൂടാ? വേറെ മൂടാണ്. വെറൈറ്റി ആയിട്ട് കഥ കേട്ടോ. ഒരു വ്യത്യസ്തമായ കഥ. നമ്മൾ കാണുന്നില്ലാത്ത ഇതുപോലൊന്നുമല്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കഥ. ഒരു ബംഗാൾ ബേസ്ഡ്, ബംഗാൾ ഒരു റോഡ് ഷോ പോലത്തെ ഒരു സിനിമ കേട്ടോ. അങ്ങോട്ട് റോഡ് ഷോ പോലെ കുഴപ്പമില്ല, നല്ല കണ്ടോണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ. എല്ലാവരും നല്ല ബംഗാളിൽ കുറച്ച് പേരുണ്ട്. അവർ ഇപ്പോൾ നന്നായിട്ട് ബംഗാളിൽ കുറച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു പടം. ഒരു റോഡ് ഷോ പോലുള്ളൊരു മൂവി. വെറൈറ്റി. വെറൈറ്റി. അതൊരു മനസ്സിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്ന ഒരു മാനസിക പ്രശ്നത്തിന് അങ്ങനെയാണ് ഇടിമഴകാറ്റ് എന്നുള്ളൊരു പേര് വന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ല പടം. കുഴപ്പമില്ല. നല്ല സിനിമ, സൂപ്പർ, നന്നായിട്ടുണ്ട്. നല്ല സീനറിയും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. നല്ലത് തന്നെ. കുഴപ്പമില്ല, നല്ലത് തന്നെ. നല്ല പടമായിരുന്നു കേട്ടോ. 4 സംസ്ഥാനങ്ങൾ കണ്ടു. പിന്നെ നല്ല പാട്ട്, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നല്ല തമാശ ഉണ്ടായിരുന്നു. ചെമ്പന്റെ ബാസിയുടെയൊക്കെ നല്ല അഭിനയം. എന്റർടൈനിങ് ആയിരുന്നു. എന്റർടൈനിങ് ആണ്. പിന്നെ ടിസ്റ്റാണ് മൊത്തം. സൂപ്പർ. നല്ല ഡയറക്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല ഡയറക്ഷൻ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റ്. കുറെ ബംഗാളിയൊക്കെയാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. പടം കുഴപ്പമില്ല, നല്ല പടം. നല്ലതായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഒട്ടും ബോറടിച്ച് ലാഗ് ചെയ്തില്ല. ഫുൾ ടൈം ചെയ്ത് കാണാൻ പറ്റും. നന്നായിട്ടില്ല, നല്ല മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കാം, ഒട്ടും ബോറടിക്കില്ല. നല്ല പടമായിരുന്നു കേട്ടോ. സൂപ്പർ. ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പടം. എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ട് എല്ലാവരും നന്നായിരുന്നു. പിന്നെ ഇതുവരെ കാണാത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. നല്ലൊരു പടമാണ്. നല്ലൊരു അമ്പിളിയസ് രംഗൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതസ്ഥരെയും ഒന്നായി കാണണം എന്നും മറ്റും കാണിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും പാലക്കാട് ആ പ്രദേശത്ത് എടുത്തേക്കുന്ന ഈ സിനിമ പാലക്കാട് ഭാഷയും പിന്നെ നമ്മുടെ പ്രമുഖ അഭിനേതാക്കളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് വാസിയാണെങ്കിലും ചെമ്പൻ വിനോദ്, പിന്നെ അങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഫസ്റ്റ് പടമായിരുന്നു. ഭയങ്കര സന്തോഷം. ആദ്യം സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ വിവരിക്കണമെന്ന് അറിഞ്ഞൂടാ. ഭയങ്കരമായ സന്തോഷം. ആദ്യ പടമാണ്. ഈ പടത്തിന് ശേഷം എന്ത് പറയാൻ, ബാസിയാടൻ്റെ അവിടെ സ്ക്രീൻ പ്രസൻസ് ചെയ്ത് തന്നെ ഏറ്റവും ഭയങ്കര ഒരു കാര്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഒരാളും കൂടെ ഞങ്ങൾ 3 വിദ്യാർത്ഥികളാണ് ബാസിയാടോട് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ കാണാൻ ഞങ്ങൾ പ്രതീക്ഷയോടെ ചേട്ടൻ വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് സ്ക്രീനിൽ ചേട്ടൻ്റെ കൂടെ കാണാൻ പറ്റില്ല. ഭയങ്കരമായ സന്തോഷമുണ്ട്. ഞങ്ങൾ കറക്റ്റായിട്ട് ചേട്ടനുള്ള ഇതിലൊക്കെ ഞങ്ങളും ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പടം. ആ ഒരു ഇതായാലും ബാസി ചേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീൽ അറിയാലോ. അത് കുമ്പളെങ്കിലും മാത്യു ചെയ്തപ്പം ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ചേട്ടൻ്റെ കൂടെ. പക്ഷേ അത് ചേട്ടൻ്റെ കൂടെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കറക്റ്റ് കാണാൻ പറ്റുന്നത് എങ്ങനെ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റുന്നു. അപ്പം എല്ലാവരും കാണണമെന്നാണ് പറയുന്നത്. ഇനിയും അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. നല്ല സിനിമയാണ്. വേറെ മോശപ്പാടുള്ള നല്ല സിനിമയാണ്. നല്ല ക്യാരക്ടേഴ്സാണ് അവിടെ കൊണ്ടുവരിക്കുന്നത്. അതേപോലെ ഞങ്ങളുടെ ക്യാരക്ടറും അങ്ങനെയാണ്. ബാസിയുടെ ഫുൾ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പടം നല്ല രസമുള്ളൊരു പടമാണ്. കുറച്ച് നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇടിമഴകാറ്റ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഒരു വലിയ കാസ്റ്റ് ആൻഡ് ക്രൂകളുള്ളൊരു പടമാണ്. അപ്പം ഈവൻ ചെമ്പചേട്ടനൊക്കെ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെയാണ് ഇതിനകത്ത്. ഒത്തിരി സന്തോഷം. പിന്നെ ഓബ്വിയസ്ലി നമ്മൾ ഇവിടെ ബംഗാളി ആക്ടേഴ്സിനെ കാണിക്കുമ്പോൾ, ബംഗാളി ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഇവിടുന്ന് തന്നെയുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ബംഗാളി ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ബംഗാളിൽ നിന്ന് തന്നെയുള്ള തിയേറ്റർ ആക്ടേഴ്സൊക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നല്ലൊരു സിനിമയായിരുന്നു. താങ്ക് യു.